ഇവിടെ നോക്കിയാൻ ടാറ്റ തരുന്നുണ്ടല്ലോ. ഇപ്പൊ നോക്കുന്നുണ്ട് അല്ലേ? ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അടുത്തിരിക്കണ്ടല്ലേ? നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു അല്ലേ? നേരത്തെ വെറുതെ ശ്രദ്ധിക്കില്ല. പിന്നെ ഡ്രോളിങ് ഉണ്ടായിരുന്നു അല്ലേ? വായന എപ്പോഴും വരായിരുന്നു. അതില്ല ഉണ്ടായില്ലേ? പിന്നെ നടുവൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ? ഇരിക്കില്ല അല്ലേ? ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ? ചാരി ഇരിക്കുക. ചാരാതെ ഇരിക്കാൻ തുടങ്ങിയ ബാലൻസ് ചെയ്യണം. എന്നാലും ഇപ്പൊ എല്ലാം അറിയുന്നുണ്ട് അല്ലേ? എല്ലാം അറിയുന്നുണ്ട്. മൂത്രം ഒഴിച്ചാലൊന്നും പറയില്ല. ഇപ്പൊ എന്നെ വിളിക്കും, അമ്മ അമ്മ എന്ന് വിളിക്കും. മൂത്രം ഒഴിച്ചു ട്രൗസർ നനയുമ്പോ നമ്മളെ വിളിക്കും. ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ? പറയണത് മനസ്സിലാവുണ്ട് ഇപ്പൊ അല്ലേ? ഷെയ്ക്കാൻ തരണ്ടല്ലോ മിടുക്കൻ. ഇങ്ങനെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ? ഡോക്ടേഴ്സ് എന്താ പറഞ്ഞ? സെർബ് പാൾസി ആണോ? പാൾസിയാണ്. മൂന്ന് വയസ്സിൽ ഇങ്ങനെ നിർത്തിയതാണ്. ഇംഗ്ലീഷ് മരുന്ന് ഒന്നും കൊടുക്കാറില്ല. 3 വയസ്സിന് ശേഷം നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. അക്യുപങ്ചർ കാണിച്ചിട്ടാണ്. പിന്നെ ഫിക്സിന് മാത്രം നമ്മൾ നോക്കിയിരുന്നു. അത് അക്യുപങ്ചറാ ചെയ്തത്. പിന്നെ ഇപ്പൊ ഫിക്സ് ഇല്ല. ഫിക്സ് ഇവിടെ വന്നതിന് ശേഷം നിന്നത് അല്ല, നേരത്തെ നിന്നു. ഇപ്പൊ ആൾക്ക് മാറ്റങ്ങളുണ്ട് അല്ലേ? എല്ലാം അറിയാൻ തുടങ്ങി. നടു നിർന്നിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ എന്തൊക്കെയാ വേണ്ടേ? ഇനി ശരിക്കും ഇരിക്കണം, നടക്കണം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നടക്കണം. അതിപ്പം ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നാവുള്ളൂ കേട്ടോ. പിന്നെ ഐ കോണ്ടാക്ട് നോക്കിയോളൂ കേട്ടോ. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കുട്ടികൾക്ക് പെട്ടെന്ന് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കരുത്. ചെറിയ കുട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വരും. വലിയ കുട്ടികളാകുമ്പോൾ അവരും 1.5 ബോഡി മൊത്തം ഇത് കുറച്ച് ടൈം പിടിക്കും കേട്ടോ. ചില പ്രശ്നം വെച്ചാൽ പലർക്കും അത് ഈ ക്ഷമ ഉണ്ടാവില്ലേ? അപ്പൊ പെട്ടെന്ന് ക്ഷമയില്ലാണ്ട് വന്ന് പിന്നെ ഒരു കുറ്റം പറഞ്ഞു നടക്കുള്ളൂ. അതാണ് പ്രശ്നം. നിങ്ങൾ ക്ഷമയോട് കൂടി ഇങ്ങനെ അല്ല, അത് അറിയാൻ നമ്മൾ പഠിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കാന്ന് വെച്ചാൽ എണീറ്റ് ഓടി നടന്നാൽ മാത്രമേ മാറ്റം കാണുള്ളൂ. ബാക്കി ഒന്നിനും മാറ്റം കാണില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചെറിയ മാറ്റം വരും. ഇവർക്ക് വലിയ കാര്യമാണ്. അതാരും അറിയുന്നില്ലേ? എല്ലാവരും വന്ന് നടന്നില്ല അങ്ങനെ മാത്രമേ ചോദിക്കുള്ളൂ. നടത്തണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. അതിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല. നമുക്ക് അവിടെ ഒന്നും പോയിട്ട് ഇത്ര വലിയ എത്രയും കൂടി മാറ്റങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. കൊറേ പൈസ ചെലവാക്കിയെന്നല്ലാണ്ട് നമ്മൾക്ക് പ്രതീക്ഷ പോലെ ഒന്നും കിട്ടിയിട്ടില്ല. പ്രതീക്ഷ വന്നിട്ടുണ്ട് അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട് ഇപ്പൊ. പിന്നെ റൂളിങ് പോയപ്പോ തന്നെ ഒരു ആശ്വാസമായി അല്ലേ? എപ്പോഴും പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴേ, നമ്മളൊക്കെ അറിയാനും എല്ലാം തുടങ്ങുമ്പോ തന്നെ കുട്ടികളൊന്നും അറിയാണ്ട് കിടക്കുമ്പോഴാണല്ലോ ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കുക. ഇനി മാറിക്കോളും. എടുക്കണാവോ? കാർ ഓടിക്കണോ കേട്ടോ? അവേ കാർ ഓടിക്കും. ഫുട്ബോൾ കളിക്കും അല്ലേ? പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? പിന്നെന്തൊക്കെയും ചെയ്യും? കാർ ഓടിക്കും, ക്രിക്കറ്റ് കളിക്കോ? അതൊക്കെ അറിയില്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ അറിയില്ലേ? ബോള് കളി ഉണ്ടാകുമ്പോ ചേറിൽ അവിടെ ഇരുത്തിയാൽ മതി. പിന്നെ കൈകൊട്ടലും കൂവലും എല്ലാം അറിയണ്ടല്ലേ? അതെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് മാറ്റം ഇനി വന്നോളും. പയ്യെ മാറ്റം വന്നോളും. നടക്കാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. കാലൊക്കെ ഓരോ നെർവും ബ്ലോക്ക് മാറണേ കേട്ടോ. ശരി.